ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒസ്താത്യോസ് തിരുമേനി എഴുതിയ വിശ്വാസദീപ്തി എന്ന പുസ്തകം, ദ റേഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകം ആധാരമാക്കിക്കൊണ്ട് സംക്ഷിപ്തമായ 4 വീഡിയോകളാണ് ദിവ്യബോധന ക്ലാസ്സിന് വേണ്ടി സമർപ്പിക്കുന്നത്. ഈ പുസ്തകം 4 യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോയും ഏകദേശം 30 മിനിറ്റോളം വരുന്ന 4 സെപ്പറേറ്റ് വീഡിയോകളായിട്ട് ഒരു പഠന വിവരമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ യൂണിറ്റ് അതിനെ 6 ലെസണായിട്ടാണ് തിരുമേനി അവിടെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റിനെ തിരുമേനി ക്രിസ്തീയ വിശ്വാസ സംരക്ഷണ വാദങ്ങൾ, അപ്പോളജറ്റിക്സ് എന്നുള്ള തലക്കെട്ടോടുകൂടെയാണ് നമുക്ക് വേണ്ടി പഠിക്കാനുള്ള മാർഗമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോളജറ്റിക്സ് മീൻസ് the defense of the true faith. യഥാർത്ഥ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ചാണ് തിരുമേനി ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ സംരക്ഷണം എന്നതിനു വേണ്ടിയുള്ളതാണ് എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ വളർന്നു വരുന്ന അനേകമായിട്ടുണ്ടായിരിക്കുന്ന തെറ്റായ പഠിപ്പീരുകളും തെറ്റായ ചിന്തകൾക്കും അതീതമായിട്ട് സത്യവിശ്വാസവും സത്യ ആരാധനാ ശൈലിയും എന്താണെന്ന് പറഞ്ഞു തരുവാനാണ് തിരുമേനി ഈ ഒരു ഭാഗത്തെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. So in this chapter, the first chapter, Tirumeni is specifically highlighting that he is trying to answer 3 questions which arise in the society. Why there should be a need for the defense of the faith which we believe, and the defense of the faith which the forefathers of the church have bestowed over us too. The first question is raised against true faith. What actually is true faith and how we should defend that? Reasons for upholding a true faith. What are the specific reasons for upholding true faith? സത്യ വിശ്വാസത്തെ എന്തിന് നമ്മൾ പിടിച്ച് നിർത്തണം, എന്തിന് അതിൽ ആചരിക്കണം എന്നുള്ള കാര്യത്തെ തിരുമേനി ഇവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്. മൂന്നാമത്തേത് ഡിഫെൻസ് ടു പ്രൊട്ടക്ട് ദ ട്രൂ ഫെയ്ത്ത്. യഥാർത്ഥ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ ഭടന്മാരായിട്ട് കാവലായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് 3 ചോദ്യങ്ങളായിട്ട് ആദ്യത്തെ ഈ ലെസണിനകത്ത് തിരുമേനി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിരുമേനി ഈസ് യൂസിങ് ദ സ്ക്രിപ്ചർ ടു ഡിഫൈൻ ദ നീഡ് ഫോർ അപ്ഹോൾഡിംഗ് ട്രൂ ഫെയ്ത്ത്. തിരുമേനി വേദപുസ്തകം അടിസ്ഥാനപരമായിട്ടാണ് ഈ ഒരു വേദഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിനെ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. തിരുമേനി പറയുന്നത് വേദപുസ്തകം ആധാരമാക്കിക്കൊണ്ട് മാത്രമേ സത്യവിശ്വാസത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്നാണ് തിരുമേനി പഠിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദ സ്ക്രിപ്ചർ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് തിരുമേനി ഈസ് ഓൾസോ സ്പീക്കിംഗ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് alone the scripture, but also the scripture along with the traditions of the church and the teachings of the forefathers, which are very much needed to know and understand what actually is the theology of the church and what actually do we believe. തിരുമേനി മുന്നോട്ട് പറയുന്നത്, സമൂഹത്തിൽ പലതരം തെറ്റുകളും തെറ്റിദ്ധാരണകളും നമ്മുടെ മേൽ അടിച്ചമർത്തപ്പെടാറുണ്ട്. അതുകൊണ്ട് തിരുമേനി അവിടെ ഉപയോഗിക്കുന്ന 3 പദങ്ങളുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് സത്യമില്ലായ്മ, മിഥ്യയുണ്ട്. ഒരു കാര്യത്തിൻ്റെ പാതി സത്യമുണ്ട്. ഒരു കാര്യത്തിൻ്റെ പൂർണ്ണ സത്യമുണ്ട്. ഉദാഹരണം തിരുമേനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈശ്വരൻ, സർവേശ്വരൻ, ജഗതീശ്വരൻ അതല്ല എങ്കിൽ യഹോവയായ ദൈവം ഇല്ല എന്ന് പറയുന്നത് അത് അസത്യമാണ്. There is truth that is not at all a truth. It is a lie when we say that there is no God എന്നുള്ള കാര്യം തിരുമേനി ഇവിടെ ആവർത്തിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2, എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തെ അറിയുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു പാതി സത്യം മാത്രമാണ്, ഒരു ഹാഫ് ട്രൂത്ത് ആയിട്ട് മാത്രമാണ് തിരുമേനി പഠിപ്പിക്കുന്നത്. മൂന്നാമത് എന്ന് പറയുന്നത്, ക്രിസ്തുവാണ് യഥാർത്ഥ സത്യം. ഹി ഈസ് ദ ട്രൂത്ത്, ഹി ഈസ് ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ് എന്നുള്ള ആ ഒരു ആശയമാണ് പൂർണ്ണ സത്യം. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് തിരുമേനി ഈ ആദ്യത്തെ ചാപ്റ്ററിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്.
രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് തിരുമേനി വേദവിപരീതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് തിരുമേനി പരാമർശിക്കുന്നത്. എങ്ങനെ വേദവിപരീതം സഭയിലും സമൂഹത്തിലും വളർന്നു വന്നു, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റി ആണ് തിരുമേനി ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിരുമേനി പറയുന്നു, വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ വേദങ്ങൾക്ക് വിപരീതമായിട്ട് പലരും പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണം തരുന്നത് തിരുമേനി 1 തിമോത്തിയോസ് 1:18, 2 തിമോത്തിയോസ് 2:16 മുതലുള്ള വേദഭാഗം, 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒക്കെയാണ് തിരുമേനി ഇതിനു വേണ്ടി ഒരു കൗണ്ടർ ഡിഫെൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതായത് അപ്പോസ്തോലന്മാരുടെ കാലഘട്ടം മുതലേ വേദങ്ങൾക്ക് വിപരീതമായിട്ട് പലരും ശക്തമായിട്ട് വചനം പഠിപ്പിക്കുകയും അതിന് എതിരായിട്ട് അപ്പോസ്തോലന്മാർ ദി ഡിഫെൻഡഡ് ദ റിയൽ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് വേദപുസ്തകം അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എവ്രി ഏജ് നീഡ്സ് ടു ഡിഫെൻഡ് ദെയർ ഫെയ്ത്ത്. എല്ലാ കാലം പലപ്പോഴും നമ്മുടെ ആരാധനയെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്, തലമുറകൾ കൈമാറി ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള വിശ്വാസ സത്യമാണെങ്കിൽ അതാത് കാലങ്ങളിൽ in every generation, every age, there may be things which would not be according to the true faith of the church. So it is the reality that it is a challenge that every believer has to go through when he is going through an age, and he has to defend his or her own faith and the faith and traditions of the church. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഹെറിറ്റിക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് മശിഹ, ക്രിസ്തു യഥാർത്ഥ മശിഹ ആണ് എന്നുള്ള സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞ് ബോധിപ്പിക്കുകയും പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുകയെന്നായിരുന്നു. As a Jewish tradition, we all know Christ was not a Christian, he was a Jew. He was a Pakka and a staunch Jew, and according to the Jewish philosophy and the Jewish understanding, Jewish teaching, Christ was never accepted as Messiah because Messiah was yet to come. ക്രിസ്തുവിനെ മശിഹ ആയിട്ട് അംഗീകരിക്കാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു, അവർക്ക് മശിഹ ആയിട്ട് അംഗീകരിക്കാൻ സാധിക്കത്തുമില്ല. അപ്പം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ സഭ സ്ഥാപിക്കുകയും യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന യഹൂദന്മാരിൽ നിന്നാണ് ശക്തമായ വിപ്ലവവും ശക്തമായ എതിർപ്പും പെർസിക്യൂഷനും സഭയിൽ ആദ്യം ഉണ്ടായത്. It was the responsibility and it was the duty assigned over to the apostles after the ascension of Jesus Christ that they had to keep themselves together in wisdom and in physics so that they can teach what exactly Jesus Christ was, and that Jesus Christ was exactly the Messiah who came for the redemption of this cosmic order, who died on the cross and he resurrected on the third day എന്നുള്ള സത്യം. യേശുക്രിസ്തു യഥാർത്ഥ ദൈവപുത്രനായിരുന്നു, കുരിശിൽ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യഥാർത്ഥ സത്യം, അതായത് ആ ക്രിസ്തു തന്നെയാണ് മശിഹ എന്നുള്ള സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് തിരുമേനി ഇവിടെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ക്രിസ്ത്യൻ തിയോളജി, ക്രിസ്ത്യൻ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. കാരണം അന്ന് നമുക്കറിയാം പ്രൊമിനൻ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ഫിലോസഫി എന്ന് പറയുന്നത് ഗ്രീക്ക് ഫിലോസഫി ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും അത് പഠിച്ചിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. സോ മോസ്റ്റ് ഓഫ് ദ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് ആൻഡ് theology has been formulated keeping in mind the Greek philosophy and Greek teachings, especially the rationalized teaching of Aristotle. അതിനെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ശ്രദ്ധയിലേക്ക് വെക്കണം എന്നുള്ള കാര്യമാണ് ഈ സമയത്ത് തിരുമേനി നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ലെസണിനകത്ത് തിരുമേനി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനവും വേദപുസ്തകത്തിൻ്റെ സാക്ഷ്യവും വേദപുസ്തകത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിരുമേനി പറയുന്നു, വേദപുസ്തകം ഓരോ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ളതല്ല, എന്നാൽ അതാത് കാലങ്ങളിൽ പലതരം ആൾക്കാർ പരിശുദ്ധ റൂഹായുടെ, തിരുമേനി എടുത്ത് പരാമർശിക്കുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് ഓൺലി ഇൻസ്പയർഡ് ബൈ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ റൂഹായുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ വേദപുസ്തകം എന്ന് പറയുന്നത്. എല്ലാവരും പഠിത്തമുള്ളവരും
അക്കാഡമീഷ്യൻസുമല്ല വേദപുസ്തകം എഴുതിയിട്ടുള്ളത്. സെയിൻറ്റ് പോൾ വാസ് എ ഗ്രേറ്റ് അക്കാഡമീഷ്യൻ. But when we go through other portions of the Bible, it was written not by great academicians but normal people. സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർ രചിച്ചിട്ടുള്ള കൃതികളാണ് ഇന്ന് കാനനൈസ് ചെയ്തിട്ടുള്ള വേദപുസ്തകം. അതിനകത്ത് മുക്കുവന്മാരുണ്ട്, സാധാരണ ആൾക്കാരുണ്ട്, ടാക്സ് കളക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ സാധാരണ ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരിക്കുന്ന അക്ഷരാഭ്യാസം വലിയ തോതിൽ അറിയാൻ മേലാത്തവർ എന്നാൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എഴുതിയിട്ടുള്ളതാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിരുമേനി പരാമർശിക്കുന്നത് വേദപുസ്തകം അടിസ്ഥാനമാക്കി മാത്രമേ ഏതൊരു വേദ വിപരീതത്തെയും നമുക്ക് കൗണ്ടറാക്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്നാണ് തിരുമേനി ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിരുമേനി മുന്നോട്ട് പഠിപ്പിക്കുന്നത് ദ എറ്റേണൽ ട്രൂത്ത് ഷുഡ് ബി കൺസിഡേർഡ് റാദർ ദാൻ പ്ലേസ് ഓർ ക്യാരക്ടർ. വേദപുസ്തകത്തിലെ ഏതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ദാവീദിൻ്റെ കാര്യം അല്ലെങ്കിൽ വേറെ ഏതൊരു കഥാപാത്രത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ എക്കോണമിക് കണ്ടീഷൻ മനസ്സിലാക്കുകയും ആ ഒരു അടിസ്ഥാനത്തിൽ അതിനെ അറിയുകയും ചെയ്യുമ്പോൾ പോലും തിരുമേനി പറയുന്നത് ആ സാധനത്തെ, ആ വ്യക്തിയെ മാറ്റിയിട്ട് നമ്മളെ ആ ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്താൽ മാത്രമേ വേദപുസ്തകം വെറും കഥയല്ലാതെ ജീവിത സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ എന്നാണ് തിരുമേനി ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിരുമേനി ഇതിനോട് ചേർന്ന് ഒരു ക്രിട്ടിക്കായിട്ട് പറയുന്ന കാര്യം, പല വിശ്വാസത്തിലും പറയുന്നുണ്ട് വേദപുസ്തകം മാത്രമേ സത്യമുള്ളൂ എന്ന് പരാമർശിക്കുമ്പോൾ തിരുമേനി എടുത്ത് ആവർത്തിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം, ഇറ്റ് ഈസ് നോട്ട് only through the Bible that you can understand exact theology, but it is through the traditions of the church and through the teachings of the fathers that we can understand exactly what is the church, what is ecclesia, and what is the theology of the church. So it is very much important to understand the theology. To understand theology, it is very much important to know the scripture, to know the traditions and practices of the church, and to understand the teachings of the fathers. എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കിയാൽ, ഈ മൂന്നും അടിസ്ഥാനമാക്കിയാൽ മാത്രമേ സത്യവിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സത്യവിശ്വാസം മനസ്സിലായാൽ മാത്രമേ വിശ്വാസ വിപരീതമായിട്ട് വളർന്നു വരുന്നുള്ള ഹെറിറ്റിക്കൽ വിശ്വാസ വിപരീതത്തെ, വേദവിപരീതത്തെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്നാണ് തിരുമേനി ലെസൺ നമ്പർ 3 നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലെസൺ നമ്പർ 4 തിരുമേനി അപ്പോളജിസ്റ്റിക്സ് ആൻഡ് അപ്പോസ്റ്റോളിക് ഫാദേഴ്സിനെ, അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യ സമൂഹവും അതിനുശേഷം വന്നിട്ടുള്ള സഭയിലേക്ക് കൺവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ക്രിസ്തുവിനെ പൂർണ്ണ ദൈവമായിട്ട് സ്വീകരിച്ചിട്ടുള്ളവർ, ക്രിസ്തുശാസ്ത്രത്തെയും ദൈവശാസ്ത്രത്തെയും മനസ്സിലാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതികളെയാണ് അപ്പോളജറ്റിക്സ് ആൻഡ് അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് were the church leaders and church fathers who were many a times contemporaries of Jesus Christ, or they may be contemporaries to the period of what the apostles were preaching and practicing. ആ ഒരു കാലഘട്ടത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുണ്ടായിരുന്ന സഭയിലേക്ക് വിശ്വാസപൂർവ്വം കടന്നു വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെയാണ് അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് പറയുന്നത് സെയിൻറ്റ് ഇഗ്നീഷ്യസ്, സെയിൻറ്റ് ക്ലമന്റ് ഓഫ് റോം, ഹെർമസ്, പോളികാർപ്പസ് ഓഫ് സ്മർണ എന്ന് ഈ നേതാക്കന്മാരെയാണ് അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് എന്ന് തിരുമേനി കോട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ പിതാക്കന്മാരുടെ പഠിപ്പീരുകൾ, ദ ടീച്ചിങ്സ് ഓഫ് ദ ഫാദേഴ്സ്, അതായത് ഡിഡാക്കെ എന്നുള്ള ഒരു സമഗ്ര പുസ്തക ചിന്ത കൂടെ ഉണ്ട്. അതിൻ്റെ ഓതർഷിപ്പ് ആർക്കാണെന്ന് അറിയത്തില്ല, എങ്കിൽ പോലും അതുകൂടെ ചേർത്തിട്ട് മാത്രമേ അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് എന്തുവാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഫാദേഴ്സ് ഹു ലിവ്ഡ് ബിറ്റ്വീൻ 120 to 200 AD, ഗ്രീക്ക് പിതാക്കന്മാരാണ്. അവർ സഭയിലേക്ക് വിശ്വാസം മനസ്സിലാക്കി കടന്നു വന്നിട്ടുള്ളവരാണ്. ബട്ട് ദേ വെർ മോർ റാഷണൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് എക്സാക്ട്ലി ക്രൈസ്റ്റ് വാസ്. ദേ വെർ not contemporaries of Jesus Christ, but they came to the next century trying to understand, standing their rationality, standing in a path of rationality by understanding Greek philosophy. യവന തത്വചിന്തത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഗ്രീക്ക് ഫാദേഴ്സ് സഭയിലേക്ക് വിശ്വാസം അറിഞ്ഞും അല്ലാതെയും കടന്നു വന്നിട്ടുള്ളവരെയാണ് അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നത് ടെർട്ടൂലിയൻ, ജസ്റ്റിൻ മാർട്ടിയർ, തിയോഫിലസ് ഓഫ് ആന്റിയോക്ക് എന്ന് ചുരുക്കം പിതാക്കന്മാരുടെ പേരുകളും കാര്യങ്ങളും ഇവിടെ തിരുമേനി പരാമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരുമേനി ഇവരെ ഒരു ക്രിട്ടിക്കായിട്ട് പറയുന്നത്
Many a times their writings were inaccurate. പലപ്പോഴും ഡിസ്കണ്ടിന്യൂറ്റി കാണുന്നതായിട്ട് തിരുമേനി പറയുന്നുണ്ട്. മച്ച് ഇമ്പോർട്ടൻസ് വാസ് ഗിവൻ ടു റീസണിങ് ആൻഡ് റാഷണാലിറ്റി റാദർ ദാൻ സ്ക്രിപ്റ്റേഴ്സ്. ആദ്യമേ ഞാൻ പറഞ്ഞു, ദേ യൂസ്ഡ് ഗ്രീക്ക് ഫിലോസഫി ആസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. സോ ഗ്രീക്ക് ഫിലോസഫി ഈസ് ബേസിക്കലി റാഷണാലിറ്റി. ഇത് ഇങ്ങനെയാണ്, ദിസ് ഈസ് ദിസ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഗ്രീക്ക് ഫിലോസഫി വളർന്നു വരുന്നത്. അതുകൊണ്ട് ആ ഒരു ബേസിസിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഈ ആൾക്കാർ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അതൊരു ക്രിട്ടിക്കായിട്ട് തിരുമേനി ലെസൺ നമ്പർ 4 പറയുന്നുണ്ട്. ലെസൺ നമ്പർ 5 തിരുമേനി ശക്തമായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് സെയിൻറ്റ് അത്തനീഷ്യസ് വേഴ്സസ് ആരിയൂസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിനെയാണ് തിരുമേനി പ്രധാനമായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സഭയിൽ വളർന്നു വന്നിട്ടുണ്ടായിരിക്കുന്ന പ്രധാന വേദവിപരീതത്തിൽ ഒന്നായിരുന്നു ആര്യനിസം അല്ലെങ്കിൽ ഏരിയനിസം എന്ന് പറയുന്നത്. ഏരിയസ് എന്ന് പറയുന്ന ഒരു ചേർച്ച് ലീഡർ പലപ്പോഴും ഈ ഹെററ്റിക് ടീച്ചിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്രിട്ടിക്കായിട്ട് ഞാൻ പറയുന്നു, യു മേ അഗ്രി വിത്ത് മീ, യു മേ നോട്ട് അഗ്രി വിത്ത് മീ. ദേ വെർ നോട്ട് someone who were demons in nature, but they were also the believers of Christ who strongly believed that Christ was the Messiah. But using the rationality, they used certain things, they quoted certain things which was not easily acceptable going through the scriptures. വേദപുസ്തകം അടിസ്ഥാനമാക്കിയിട്ട് ഈ ആൾക്കാർ അല്ലെങ്കിൽ ഈ സഭാ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും അത് തത്വത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതും കൊണ്ടാണ് അവരെ ഹെറിറ്റിക്കൽ ടീച്ചിങ്സ് എന്ന് പറയുന്നത്. അല്ലാതെ അവർ പിശാചികളോ ഡീമൻസോ ഒന്നും ആയിരുന്നില്ല. ദേ വെർ ഓൾസോ, ദേ സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ്. അവരും തത്വത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ പൂർണ്ണമായിട്ട്, ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് മശീഹ ആയിട്ട് സ്വീകരിച്ചിട്ടുള്ളവരുമാണ്. പക്ഷെങ്കിൽ ഈ ഭക്തി മൂത്ത് ചിലപ്പം അന്ധവിശ്വാസമാകുന്നത് പോലെ, അതല്ല എങ്കിൽ ഭക്തി മൂത്ത് നമ്മുടെ ധാരണകൾ മാറിപ്പോകുന്നത് പോലെ ചില സമയത്ത് അവരിൽ നിന്ന് വന്നിട്ടുള്ള എഴുത്തുകളും അവരുടെ പഠിപ്പീരുകളും ആ ഭക്തിയിൽ ലയിച്ച് വിശ്വാസം പൂർണ്ണതയിലെത്തി അത് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതും തെറ്റായ വിശ്വാസത്തിലേക്ക് മാറുന്നതുമാണ് ഇവിടെ ഹെറിറ്റിക്കൽ ടീച്ചിങ്, വേദവിപരീതം എന്ന് ഞാൻ ആദ്യമേ പരാമർശിക്കട്ടെ. അപ്പം ആര്യസ് എന്ന് പറയുന്ന ആ നേതാവ് അല്ലെങ്കിൽ സഭാപിതാവ് പഠിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ തൃത്വം സമത്വമുള്ളതല്ല. The God the Son is not equivalent to the God the Father, and there was a time where God the Father was prominent and God the Son was not present എന്നാണ് ആര്യൂസ് അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് പുത്രനാം ദൈവം ഒരു കാലത്ത് ഇല്ലായിരുന്നു, പിതാവാം ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൃത്വം മൂന്നും ഒന്നാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, ദർ ഈസ് എ യൂണിറ്റി എന്ന് പറയുമ്പോഴും വൺ ഈസ് ലെസർ ദാൻ ദി അതർ എന്നുള്ള ധാരണയിൽ അറിവിലോ അറിവില്ലായ്മയിലോ ആര്യൂസ് പഠിപ്പിച്ച് വന്നു. ആൻഡ് മെനി പീപ്പിൾ ഹു ആർ ഇന്റലക്ട് ഇൻ ഐഡിയാസ്, ഹു ആർ ഇന്റലക്ട്, they negated and they stood with him എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. But the church stood against him. There was a great council, the Council of Nicaea. നമ്മുടെ നൈസിയൻ വിശ്വാസ പ്രമാണത്തിൻ്റെ 1700 വാർഷികം നമ്മളിപ്പം കൊണ്ടാടുമ്പോൾ ഈ ഒരു വേദപുസ്തകം അല്ലെങ്കിൽ വേദ പാഠം മനസ്സിലാക്കുന്നത് ഉചിതമാണ്. എന്തുവാണ് അവിടെ സംഭവിച്ചത്, എന്തുവാണ് നെഗേറ്റ് ചെയ്തത് എന്ന് പറയുന്നത്. തൃത്വം ഒന്നല്ല, അതിൽ 3 വ്യത്യസ്തതയുണ്ട്. ഞാനിത് പരാമർശിച്ച് പറയുമ്പോൾ ആവർത്തിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു വരുമ്പോഴും ചിലപ്പം അത് എക്സാക്റ്റായിട്ട് അന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു പണ്ഡിതക്കുറവ് കാരണമായിരിക്കും. അത് വേറൊരു വേദ വിപരീതമായിരിക്കാം. സോ ഐ എം just lowering myself here. അന്ന് അത്തനേഷ്യസ് എന്നുള്ള ഒരു ഷമ്മാശൻ ആ കൗൺസിലിൽ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം ആര്യൂസിൻ്റെ പഠിപ്പീരെ തെറ്റാണ്, തൃത്വത്തിൽ യാതൊരു കളങ്കവുമില്ല, ദർ ഈസ് എ യൂണിറ്റി ഇൻ ദ ട്രിനിറ്റി, 1 in 3 and 3 in 1. അങ്ങനെയാണ് അവസാനം അദ്ദേഹം ആംഗ്യ ഭാഷയിൽ കാണിച്ചത്. കാരണം അദ്ദേഹത്തെ ഇത് നമ്മൾ എഴുത്തുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അത്തനേഷ്യസ് തൃത്വത്തെക്കുറിച്ച് പരാമർശിച്ച് വന്നപ്പോൾ അത് വേറൊരു വേദ വിപരീതമാകും എന്നുള്ളൊരു പേടി കാരണം അദ്ദേഹത്തിന് ചുറ്റുമിരുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മൂടി പൊത്തിയപ്പോൾ അദ്ദേഹം കാണിച്ചതാണ് 1 in 3 and 3 in 1. അതായത് 3-1, 1-3 എന്നുള്ള ഒരു യൂണിറ്റി അടിസ്ഥാനമാക്കിയാണ് ആര്യൂസിൻ്റെ അന്നത്തെ ദൈവചിന്തയെ അല്ലെങ്കിൽ ഈ ഹെറിറ്റിക്കൽ ടീച്ചിങ്ങിനെ അവിടെ നെഗേറ്റ് ചെയ്തത്. അതെയാണ് തിരുമേനി ഇവിടെ
പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, തിരുമേനി ഈസ് സെറ്റിലിംഗ് ഡൗൺ വിത്ത് ദ കപ്പഡോക്കിയൻ പിതാക്കന്മാർ, ദ കപ്പഡോക്കിയൻ ഫാദേഴ്സ്. They were the fathers who lived in the 4th century. നമ്മളെ ഹിന്ദുയിസം ഒക്കെ നമ്മളെ ഈ ധർമ്മദീപ്തി എന്നുള്ള ഇതിൻ്റെ മറ്റേ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലാക്കി കാണും, ഹിന്ദുയിസത്തിൻ്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് വേദിക് പീരീഡാണ്. അതുപോലെ തന്നെ ഓർത്തഡോക്സിയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് റൈറ്റിങ്സിൻ്റെ, ഓർത്തഡോക്സ് തിയോളജിയുടെ ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു ഈ കപ്പഡോക്കിയൻ ഫാദേഴ്സിൻ്റെ ഒരു കാലഘട്ടം. ദേ വെർ ബേസിക്കലി 3 ഓഫ് ദ കപ്പഡോക്കിയൻ ഫാദേഴ്സ്. ദേ വെർ Saint Basil the Great, Saint Gregory of Nyssa and Saint Gregory Nazianzus. Saint Gregory of Nyssa was the younger brother to Saint Basil the Great. All the 3 were very great exponents of Christian philosophy and Christian theology. ദൈവശാസ്ത്രത്തെ ഭംഗിയായിട്ട് മനസ്സിലാക്കി. അവർ ദൈവശാസ്ത്രം മാത്രമല്ല, they were social reformers, they were leaders of the church, they were elite, they had a elite background, rhetoric teachings, great scholars of their time. അവർ 3 പേരും ഏറ്റവും ശക്തമായിട്ട് പരിശുദ്ധ റൂഹായെക്കുറിച്ചുള്ള ട്രീറ്റീസാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. തിരുമേനി ഇവിടെ അവരുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് മാത്രമേ ഉള്ളൂ. കപ്പദോക്യൻ പിതാക്കന്മാർ 4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നവർ, അവർ 3 പേരുണ്ടായിരുന്നു. ഇവരുടെ ഒരു കണ്ടംപററിയാണ് സ്വർണ്ണനാവുകാരനായിരിക്കുന്ന ഈവാനിയോസ് സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ആ സഭാ പിതാവൂടെ ഇവരുടെ ഒരു കണ്ടംപററി ആയിരുന്നു എന്നുള്ള കാര്യം ഇതിനോട് ചേർന്ന് ഞാനങ്ങ് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പം ഈ ഒരു വേദഭാഗത്തിനകത്ത്, ഈ ഒരു യൂണിറ്റിനകത്ത് തിരുമേനി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിന് യാഥാർത്ഥ്യ വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, എന്തുവാണ് യഥാർത്ഥ വിശ്വാസം, എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. പിന്നെ തിരുമേനി പഠിപ്പിക്കുന്നു വേദപുസ്തകം അടിസ്ഥാനമായിട്ടാണ് വിശ്വാസ സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹെറിറ്റിക്കൽ ടീച്ചിങ്സ് എന്തൊക്കെയാണെന്ന് തിരുമേനി ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു. ആര്യനിസം തിരുമേനി പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തിരുമേനി അവസാനം കപ്പദോക്യൻ പിതാക്കന്മാരുടെ ഒരു ചരിത്രത്തെക്കുറിച്ചൊന്ന് പരാമർശിച്ചാണ് യൂണിറ്റ് നമ്പർ 1 അവിടെ തിരുമേനി അവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. യൂണിറ്റ് നമ്പർ 2, 3 and 4 അടുത്ത വീഡിയോ ആയിട്ട് സമർപ്പിക്കുന്നതായിരിക്കും. ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.